ഗൈസ്, ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യൂരിയസ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. മാത്രമല്ല, ഇതിനോടകം തന്നെ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എഫ് സി ഗോവയ്ക്ക് എന്ത് സംഭവിച്ചു? എഫ് സി ഗോവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പലരും ചിന്തിക്കും, എഫ് സി ഗോവയ്ക്ക് എനിക്ക് കാര്യമായിട്ടും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി 2 ട്രോഫീസൊക്കെ അടിച്ചിട്ടുള്ളൊരു ടീമല്ലേ, AFC കളിച്ചിട്ടുള്ള ടീമല്ലേ എന്നുള്ളത് ശരിയാണ്. പക്ഷേ എഫ് സി ഗോവയുടെ ആരാധകരുടെ കാര്യത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ല അറ്റൻഡൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ അവരുടെ സ്റ്റേഡിയം ഇപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. അത്ര തോതിൽ തിങ്ങി നിറഞ്ഞിട്ടുള്ള സ്റ്റേഡിയം ഒന്നും അല്ല. 10,000-ൽ താഴേക്കാണ് പലപ്പോഴും അറ്റൻഡൻസ് കാണാറുള്ളത്. ഈ സീസൺ കുറച്ചും കൂടി മോശമാകുന്ന സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ സോഴ്സസ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇപ്പം ഗോവയിൽ ജീവിച്ചിട്ടുള്ളവരും എഫ് സി ഗോവയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്തവരും ഇങ്ങനെയൊക്കെയുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, എഫ് സി ഗോവ ആദ്യ സീസണുകളിലൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു ടീമാണ്. അതിപ്പം സീക്കോയുടെ കാലഘട്ടത്തിൽ ഇപ്പം മാർക്യൂ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷം 3-ാമത്തെ സീസണിന് ശേഷമാണ് ഇപ്പം ലൊബേറ വരുന്നത്. ലൊബേറ വന്നപ്പോഴത്തേക്കും എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പീക്കിലെത്തി. ISL RCB എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഇപ്പം വിരാട് കോഹ്ലി ആ ഒരു ഓണറായിട്ട് കൂടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആപ്റ്റായിരുന്നു. നമുക്കറിയാമല്ലോ, ആ ലൊബേറയുടെ സീസണിൽ കൊറോമിനാസും ലാൻസറോട്ടയും പിന്നീട് ഇപ്പം ബോമസും അങ്ങനെയൊക്കെയുള്ള പല താരങ്ങളും ഓരോരുത്തരുടെയും പേര് പറയണ്ട. ഇപ്പോൾ കോറോ കൊണ്ടുവരുന്ന സമയത്ത് കോറോ തന്നെ ഒരു മത്സരത്തിൽ ഒരു ഗോൾ അടിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ആ ലെവലിലാണ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മാച്ചസ് ആയിരുന്നു. അതായത് 4-3, 5-4 ഇങ്ങനെയൊക്കെയുള്ള ഗോളുകൾ വഴങ്ങിയാലും ഗോളുകൾ അടിക്കുന്ന മത്സരങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ മാച്ചസിൻ്റെ ഫാൻസാണ് അവരെന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത്. അതായത് ഇങ്ങനത്തെ ഗോളുകൾ കൂടുതൽ വരുന്ന ഒരു മത്സരങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളത്. പക്ഷേ ആ ലൊബേറ ഇറക്കിയ ശേഷം, കൊറോമിനാസൊക്കെ പോയതിനു ശേഷം ആ ഒരു ലെവലിൽ ആ ഒരു ഇപ്പം അത് കഴിഞ്ഞ് വന്നിട്ടുള്ള യുവാൻ ഫെറാൻഡോ കുറച്ചും കൂടി സക്സസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കോച്ചാണ്. പക്ഷേ അവിടെ ഇപ്പം ഇഗോർ അങ്കുളോ എന്ന് പറയുന്ന പ്ലെയറാണ് ആ ഒരു നല്ല സ്ട്രൈക്കർ എന്ന നിലയിലുണ്ടായത്. പിന്നെ ആ ഒരു സ്ട്രൈക്കറുടെ ഒരു ഇത് എത്തിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയമാണ്. അതുപോലെ തന്നെ കോച്ചസിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇടക്കാലത്ത് ചില ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മനോല വന്നിട്ട് വീണ്ടും അവർ ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ മനോലയെ നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ ഒരുപാട് ഗോളടിച്ച് ജയിക്കാൻ അങ്ങനത്തെ ഉള്ളൊരു കോച്ചല്ല. കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്കോർസ് എപ്പോഴും 1-0, 2-1 അങ്ങനെ ഒരു 1 ഗോളിൻ്റെ ഡിഫറൻസിൽ എപ്പോഴും വിജയിക്കാൻ, ഗോളുകൾ അധികം കൺസീഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അങ്ങനത്തേക്കുള്ളൊരു പരിശീലനമാണ്. പക്ഷേ ഗോവൻ ആരാധകർക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എപ്പോഴും വേണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, കോവിഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കോവിഡ് സീസൺ ആയപ്പോൾ ഗോവയിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നെങ്കിൽ കൂടി ഇത് ക്ലോസ് ഡോർ മത്സരങ്ങളായിട്ടായിരുന്നല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ഡോർ മത്സരം ആകുമ്പോഴത്തേക്കും ആർക്കും മത്സരങ്ങൾ കാണാൻ പറ്റില്ല, TV തന്നെ കാണേണ്ടി വരും. അങ്ങനെ 2 സീസണുകൾ വന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ TV ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അതിൽ സ്റ്റക്കായി പോയിട്ടുള്ള ഒരുപാട് ഗോവൻ ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗോവയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സൗത്ത് ഗോവയിലാണ് സ്റ്റേഡിയം ഉള്ളത്. ഇപ്പം ഗോവയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഇപ്പം നോർത്ത് ഗോവയിൽ നിന്ന് അവിടത്തേക്കൊക്കെ വരണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അത്ര ഭയങ്കര ഒരു സുലഭമല്ല. ഇപ്പം ഗോവയിൽ പോയിട്ടുള്ളവർക്ക് ഇപ്പം പറയുന്നത് ഇപ്പം ഓട്ടോ തന്നെ വളരെ കുറഞ്ഞ ഇതിലേ കാണാൻ പറ്റത്തുള്ളൂ, ബസ്സുകൾ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ജനസംഖ്യ ആണെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് പറഞ്ഞ സ്റ്റേഡിയത്തിൽ വരുന്നതിലൊരു കുറവ് സംഭവിക്കാനുള്ള ചില കാര്യങ്ങൾ. ഇനിയും ചില കാരണങ്ങൾ കൂടി ഉണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് റേറ്റ്സ് ഇടയ്ക്ക് വെച്ച് കൂട്ടേണ്ടതൊക്കെ സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ റെൻറ്റ് കൊടുക്കുന്ന ഒരു ടീമാണ് എഫ് സി ഗോവ. അതുകൊണ്ട് 10 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് ഒരു മത്സരത്തിൻ്റെ റെൻറ്റ്. പിന്നെ അധിക വേറെ ചിലവുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് റേറ്റ്സ് ഉള്ള ISL സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈ ഫട്ടോഡ സ്റ്റേഡിയമാണ്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ്. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടിക്കറ്റ് പ്രശ്നങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, അപ്പോൾ അവർക്ക് ഓൺ വെഹിക്കിളിൽ വരേണ്ടി വരും. അപ്പം ഒരു മാച്ച് കാണുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചിലവ് തന്നെയാണ്. പിന്നെ ഇവരെ ഇതിൽ നിന്ന് ഇമോഷണലി ഡിസ്കണക്റ്റ് ആക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആദ്യകാലത്ത് ഇപ്പം ഓണേഴ്സായിട്ട് സാൽഗോക്കർ, ഡംബോ ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ലെഗസി ക്ലബ്ബുകൾ അങ്ങനത്തെ ഓണേഴ്സും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2015 അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, ചെന്നൈയിനായിട്ടുള്ള ഫൈനൽ. അതിനുശേഷം ഇപ്പോൾ FSDL ഇടപെട്ട് ഓണേഴ്സിനെ മാറ്റി പുതിയ ഓണേഴ്സ് വന്നു. അതൊരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഓണേഴ്സാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷം
ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ കൂട്ടുന്നത് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ്. അപ്പം ഈ ഔട്ട്സൈഡേഴ്സ് വന്നിട്ട് ഇങ്ങനെ കളിയാണ്, അവർ പൈസ ഏൺ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട്. പിന്നെ അവർക്ക് എന്തൊക്കെ കാസിനോ ബിസിനസ്സോ അങ്ങനത്തെ എന്തൊക്കെ പരിപാടികൾ ഗോവയിലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ തരത്തിലും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് അവരുടെ ഒരു ആരാധകർ കുറയുന്നതിലൊരു കാരണമായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടീമാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണല്ലോ, തെലങ്കാനയിൽ നിന്നുള്ളവരാണല്ലോ ഓണേഴ്സ്. എന്നിട്ട് കൂടി സത്യം പറഞ്ഞാൽ എത്ര നാൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ടാണ് കൊടുത്തത്. നമ്മൾ പുറത്തുനിന്ന് വന്നൊരു ടീമാണ്, അങ്ങനെയാണ് മറിച്ചതാണ്, നമ്മൾ ഒന്നും പറയില്ല, അവർ തെലങ്കാനയിലോട്ട് തിരിച്ചു പോകുന്നൊക്കെ നമ്മളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവർ നമ്മളെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് നമ്മളറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. പക്ഷേ അതാണ് ഒരു റിയൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ഗോവയുടെ കാര്യം ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മോഹൻ ബഗാൻ്റെ ഈസ്റ്റ് ബംഗാളിൻ്റെ പോലത്തെ ഒരു മാനേജ്മെൻറ്റ് വേണമെന്നും ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ ഗോവയുടെ സത്യം പറഞ്ഞു കഴിയുമ്പം കൊതി വരാറുണ്ട്. അവർ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഒരു ഫാൻ ബേസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും, അത് സ്വാപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ അവർക്ക് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ റെൻറ്റ് കുറവാണ്. അത് അപേക്ഷിച്ച് അവർക്ക് ടിക്കറ്റ് റവന്യൂ കിട്ടും. ഇവിടെ ടിക്കറ്റ് റവന്യൂ കിട്ടത്തില്ല. കാരണം ഈ ആ റെൻറ്റും പരിപാടികളൊക്കെ വെച്ചിട്ട് ഇപ്പം ആളും കുറഞ്ഞതനുസരിച്ച് ടിക്കറ്റ് റവന്യൂവും കുറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ടിക്കറ്റ് റവന്യൂ തന്നെ ഒരു ഇത് കിട്ടും. സ്പോൺസർഷിപ്പ് പരിപാടികളിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടും. അവർക്ക് കൂടുതൽ പാഷനേറ്റായിട്ട് തന്നെ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ് അത് ഗോവയുടെ ഓണറായി പോയി. പിന്നെ അവർക്ക് ഗോവയിൽ ബിസിനസ്സും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ ഇരിക്കാം. പിന്നെ അവിടെ CEO ആയിട്ടുള്ള രവി പുഷ്കറൊക്കെ ട്വിറ്ററിലൊക്കെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, ഇന്ത്യൻ ഫുട്ബോളുമായിട്ടൊക്കെ സംസാരിക്കുന്നതാണ്. നമ്മുടെ CEO പോലെ കൊണേഡിയൊന്നുമല്ല. പിന്നെ അവർ വർക്കും ചെയ്യുന്നുണ്ട്, റിസൾട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ അഹങ്കാരം പറയാം. പക്ഷേ ഈ വർക്ക് ചെയ്യാതെ കൊണ മാത്രമാണെങ്കിൽ നമുക്ക് സഹിച്ചിരിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ പറഞ്ഞ് ഞാൻ FC ഗോവയുടെ ഒരു PR ചെയ്ത പോലുണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു പുള്ളി KBFCയുടെ ഒക്കെ ചെയ്തില്ലേ, PR ഒന്നുമല്ല. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഈ ഗോവയുടെ എങ്ങനെയാണ് അവരുടെ പരിപാടികൾ, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഈ ഒരു ഫാൻസിൻ്റെ അടുത്ത് ഡൗൺഫോൾ പരിപാടികളൊക്കെ വന്നത്. അപ്പം അത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഓണറെ ആണോ അല്ലെങ്കിൽ ഓണേഴ്സിനെ ആണോ നമുക്ക് ആവശ്യമെന്നുള്ള കാര്യം കൂടി കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം.